പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ് സമയമില്ല. ആവശ്യം നമ്മുടേതാകുമ്പോൾ എല്ലാത്തിനും സമയമുണ്ടാകും. ആവശ്യം ഉള്ളിൽ തോന്നിയില്ലെങ്കിൽ ഒന്നിനും സമയമുണ്ടാകും. ബന്ധങ്ങളായാലും അതുപോലെ ആത്മീയ ജീവിതത്തിലായാലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാത്തിനും സമയമുണ്ടാകും. ഇന്ന് വിരുന്നൊരുക്കിയിട്ട് രാജാവ് കാത്തിരുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ അവർ പറഞ്ഞു. വയൽ വാങ്ങിച്ചു, കാളയെ വാങ്ങിച്ചു, എൻ്റെ വിവാഹം കഴിഞ്ഞു. നമ്മളൊക്കെ ഇപ്പോൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ജോലിയുണ്ട്, ട്യൂഷനുണ്ട്, രാവിലെ തന്നെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യണം, അതിന് പോകണം. ഇതുപോലൊരു വിരുന്ന് കർത്താവ് ഒരുക്കി ഇവിടെ കാത്തിരിക്കാം. ആവശ്യം നമ്മുടേതാണെങ്കിൽ നമ്മൾ ഓടിയെത്തും. വീട്ടിലെ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒരു അസുഖമാണെങ്കിൽ ഏത് എക്സസൈസ് ഉണ്ടായാലും, ഏത് അടുക്കളയിൽ ജോലി ഉണ്ടായാലും, ഏത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളിവിടെ ഉണ്ടാകും. പരീക്ഷ ഒന്ന് നോക്കി, എല്ലാ മക്കളും ഈ ബലിപീഠത്തിൻ്റെ അരികിലുണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനം തരാമെന്ന് ചിന്തിച്ചു നോക്കി, എല്ലാവരും ഇവിടെ ഉണ്ടാകും. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമില്ല. അത്രയും അതിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പോകുന്നു. ഇനി നമുക്ക് കുർബാനയുടെ സമയത്ത് ഉറക്കം വരുന്നു. എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗാവസ്ഥ വരട്ടെ, ഒരു ഉറക്കവും വരില്ല. എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ICU കിടക്കട്ടെ, ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ആവശ്യമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്, അല്ലെങ്കിൽ അലസമായിട്ട് പോകുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കുക. എൻ്റെ വിശുദ്ധ കുർബാനയോട് എന്തോരം എനിക്ക് ആവേശമുണ്ട്, അതുപോലെ തീഷ്ണതയുണ്ട്. ആ തീഷ്ണത കൂടുമ്പോണ്ടല്ലോ നമ്മളിത് മാറ്റിവെക്കില്ല, ഓടിയെത്തും. ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അതങ്ങോട്ട് വെച്ച് ഇതിങ്ങോട്ട് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ നിസ്സാരമായ കാര്യങ്ങളൊക്കെ ആരെ തന്നേ? ദൈവം തന്നതാണ്. ആ ദൈവത്തിനോട് നന്ദി പറയാതെ, ദൈവത്തിന് അനുഗ്രഹമില്ലാതെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങൾ കൊണ്ടു നടക്കുന്ന ബിസിനസ് ആകാം, ഇത് തന്നത് ആരാ? ദൈവം. ഈ ദൈവത്തിൻ്റെ അരികെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ മക്കള് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ തന്നതാ ഈ കുഞ്ഞിനെ. ആ കുഞ്ഞിനെ പിന്നെ പള്ളിയിലേക്ക് വിടില്ല, ട്യൂഷൻ എന്നും പറഞ്ഞ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു, ഇത് ആരെ തന്നെ? ഈ നല്ല ജോലി എങ്ങനെ കിട്ടിയേ? ദൈവം. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത് ഈ ജോലി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണേണ്ടത് ഈ വിരുന്നാണ്. വിരുന്ന് മാറ്റി വെച്ചിട്ട് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ ന്യായീകരണങ്ങൾ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി പോകല്ലേ. പ്രാർത്ഥിക്കാം.